എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഉമ്മീദ് കി ദുനിയ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇക്കായി ദോ എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് നമ്പർ 2 ഉമ്മീദ് കി ദുനിയ. യൂണിറ്റിന്റെ പേരെന്താണ്? ഉമ്മീദ് കി ദുനിയ. ഉമ്മീദ് എന്ന് വെച്ചാൽ ഹോപ്പ്, ദുനിയ എന്ന് വെച്ചാൽ ലോകം, അതായത് പ്രതീക്ഷയുടെ ഒരു ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം. എ വേൾഡ് ഓഫ് ഹോപ്സ് എന്ന് പറയാം ഇംഗ്ലീഷിലാണെങ്കിൽ. അപ്പം ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു കവിതയാണ്. കവിതയുടെ പേരാണ് മേരി ദുനിയ കെ തമാം ബച്ചെ. അപ്പോൾ ദുനിയ എന്ന് പറഞ്ഞാൽ ലോകമാണെന്ന് നേരത്തെ പറഞ്ഞു. മേരി ദുനിയ കെ, എൻ്റെ ലോകത്തിലെ തമാം ബച്ചെ. തമാം എന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള എല്ലാ കുട്ടികളും. അപ്പോൾ എൻ്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും എന്നാണ് ഈ ഒരു കവിതയുടെ ടൈറ്റിലിൻ്റെ അർത്ഥം. അദ്നാൻ കഫീൽ ദർവേഷ് എന്നാണ് പോയിറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പം നമുക്ക് കവിതയിലോട്ട് കടക്കാം. वो जमा होंगे एक दिन और खेलेंगे एक साथ मिलकर, वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे. അപ്പോൾ वो जमा होंगे एक दिन, ഒരു ദിവസം वो जमा होंगे, അവരെല്ലാവരും കൂട്ടമായിട്ട് നിൽക്കും. ജമാ ഹോന എന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുക. और खेलेंगे एक साथ मिलकर, അങ്ങനെ അവർ एक साथ मिलकर എന്ന് വെച്ചാൽ ഒന്നിച്ചു കൂടിയിട്ട് खेलेंगे അവർ കളിക്കും. वो साफ सुथरी दीवारों पर पेंसिल की नोक रगड़ेंगे. साफ सुथरी എന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ടുള്ള, നല്ല ക്ലീൻ ആയിട്ടുള്ള ദീവാറോ പർ, ദീവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുകളിൽ അവരെന്ത് ചെയ്യും? പെൻസിൽ കി നോക്ക് റഗഡേങ്കി, ആ ക്ലീൻ ആയിട്ടുള്ള വാൾസിൽ അവരെന്ത് ചെയ്യും? പെൻസിലിന്റെ നോക്ക് എന്ന് വെച്ചാൽ അതിന്റെ ടിപ്പ്, ആ എൻഡ്, ആ ടിപ്പ് വെച്ചിട്ട് അവര് ഉരയ്ക്കും. റഗഡന എന്ന് വെച്ചാൽ ഇങ്ങനെ ഉരയ്ക്കുക എന്നാണ്. അങ്ങനെ ആ ചുവരില് കുട്ടികൾ പെൻസിൽ വെച്ച് ഉരയ്ക്കും എന്നാണ് പറയുന്നത്, പെൻസിലിന്റെ ടിപ്പ് വെച്ചിട്ട്. वो कुत्तों से बतियाएंगे और बकरियों से और हरे टिड्डों से और चीटियों से भी. പിന്നീട് കുട്ടികൾ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ वो कुत्तों से बतियाएंगे, ബത്തിയാന എന്ന് വെച്ചാൽ സംസാരിക്കുക. ആരോടാണ് കുട്ടികൾ സംസാരിക്കുക? കുത്തോ സെ, നായ്ക്കളോട് സംസാരിക്കും. और बकरियों से, ബക്കരി എന്ന് വെച്ചാൽ എന്താണ്? ആട്, അങ്ങനെ ആടുകളോട് സംസാരിക്കും. और हरे टिड्डों से, ടിഡ്ഡ എന്ന് വെച്ചാൽ ഈ പുൽച്ചാടി ഇല്ലേ, പച്ച പുൽച്ചാടി, ഈ പുൽച്ചാടികളോട് സംസാരിക്കും. और ചീട്ടിയോ സേബി, ചീട്ടി എന്ന് വെച്ചാൽ ഉറുമ്പ്, അങ്ങനെ ഈ ഉറുമ്പിനോടും അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പറിനോടും പിന്നെ ആടുകളോടും അതുപോലെ തന്നെ നായ്ക്കളോടും ഒക്കെ കുട്ടികൾ സംസാരിക്കും. അപ്പോൾ അടുത്ത സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में. അപ്പോൾ ദോടേങ്കി ബേത്തഹാഷ എന്ന് വെച്ചാൽ ആ കുട്ടികൾ സന്തോഷത്തോടെ ഓടിച്ചാടി കളിക്കും. ബേത്തഹാഷ ദോടന എന്ന് വെച്ചാൽ ഓടി തിമിർക്കുക, സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഓടി ഉല്ലസിച്ച് ഓടി നടക്കുക. ഹവ ഓർ ധൂപ് കി മുസൽസൽ നിഗ്രാനി മേ, മുസൽസൽ എന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള, നിഗ്രാനി എന്ന് വെച്ചാൽ നിരീക്ഷണം. ആരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നത്? ഹവ ഓർ ധൂപ് കി, കാറ്റിന്റെയും അതുപോലെ തന്നെ വെയിലിന്റെയും നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലെ കുട്ടികൾ സന്തോഷത്തോടെ ഓടിക്കളിക്കും. और धरती धीरे धीरे और फैलती चली जाएगी उनके पैरों के पास. അങ്ങനെ ആ കുട്ടികളുടെ पैरों के पास, കാലിന്റെ ഭാഗത്തായിട്ട് ധർത്തി ധീരെ ധീരെ, ധർത്തി എന്ന് വെച്ചാൽ ഭൂമി, ധീരെ ധീരെ പതുക്കെ, और फैलती चली जाएगी, അത് വീണ്ടും വലുതായിക്കൊണ്ടേയിരിക്കും. ഫേൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക എന്നാണ്, വീണ്ടും വ്യാപിക്കും. അതായത് ഭൂമി വീണ്ടും അവരുടെ കാലിന്റെ താഴെയായിട്ട് അല്ലെങ്കിൽ അവരുടെ കാലിന്റെ അടുത്തായിട്ട് വ്യാപിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. देखना वो तुम्हारी टैंकों में बालू भर देंगे एक दिन और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. അപ്പോൾ കവി പറയുന്നത് എന്താന്ന് വെച്ചാൽ ദേഖ്ന, നിങ്ങൾ ഒരു ദിവസം കാണും അല്ലെങ്കിൽ നിങ്ങൾ കാണണം. वो तुम्हारी टैंकों में बालू ഭർ ദേങ്കെ ഏക് ദിൻ, നിങ്ങളുടെ ടാങ്കുകളിൽ ഈ കുട്ടികൾ ഒരു ദിവസം ബാലു, ബാലു എന്ന് വെച്ചാൽ മണല് നിറച്ചു വെക്കും. ഭർ ദേങ്കെ എന്ന് വെച്ചാൽ എന്താണ്? നിറച്ചു വെക്കും. और तुम्हारी बंदूकों को मिट्टी में गहरा दबा देंगे. मिट्टी में गहरा ദബാന എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ആഴ്ത്തുക എന്നാണ്. മിട്ടി മണ്ണ്, ഗഹര ദബാദേന ആഴ്ത്തുക, ആഴത്തിൽ കുഴിച്ചിടുക. അപ്പം തുമ്ഹാരി ബന്ദൂക്കോ കോ മിട്ടി മേ ഗഹര ദബാദേങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ തോക്കുകൾ എടുത്ത് മണ്ണിൽ ആഴ്ത്തും. वो सड़कों पर गड्ढे खोदेंगे और पानी भर देंगे और पानियों में छपाछप ലോട്ടേങ്കെ. അവര് എന്താണ് ചെയ്യുക? സഡക്കോ പർ ഗഡ്ഡെ ഖോദേങ്കെ, അവര് റോഡുകളിൽ വലിയ വലിയ കുഴികൾ ഉണ്ടാക്കും. और पानी भर देंगे, എന്നിട്ട് അതില് വെള്ളം നിറയ്ക്കും. और पानियों में छपाछप ലോട്ടേങ്കെ, എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉരുളും.
ലോട്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളുക എന്നാണ്. വോ പ്യാർ കരേങ്കെ ഏക് ദിൻ ഉൻ സബ്സെ, അവര് പ്യാർ കരേങ്കെ എന്ന് വെച്ചാൽ എന്താ, സ്നേഹിക്കും. ആരെയാണ് സ്നേഹിക്കുക? ജിൻസെ തുമ്നെ ഉൻഹെ നഫ്രത് കർണ സിഖായ ഹെ, നിങ്ങൾ ആരെയാണോ വെറുക്കാനായിട്ട് അവരെ പഠിപ്പിച്ചത് അതേ വ്യക്തികളെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും? സ്നേഹിക്കും. നഫ്രത് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുക്കുക, സിഖായ എന്ന് വെച്ചാൽ പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ ശത്രുക്കളാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച ചില വ്യക്തികളെ ഫ്യൂച്ചറിൽ ചെല്ലുമ്പോൾ ഇതേ കുട്ടികൾ അവരുടെ ഒരാളായി കണ്ടിട്ട് അവരെ സ്നേഹിക്കും എന്നാണ് പറയുന്നത്. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे, वो सहसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. എന്നിട്ട് ഈ കുട്ടികൾ ഇനി എന്താണ് ചെയ്യുക? തുമ്ഹാരി ദീവാരോമേ, നിങ്ങളുടെ ചുമരുകളിൽ ഛേദ് കർദേങ്കെ ഏക് ദിൻ, ഒരു ദിവസം അവരെന്ത് ചെയ്യും? ഛേദ് കർണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാക്കുക, അതായത് ഓട്ട ഉണ്ടാക്കുക. और आर पार देखने की कोशिश करेंगे. ആർ പാർ ദേഖ്ന എന്ന് വെച്ചാൽ രണ്ട് വശവും കാണാനായിട്ട്. വോളിന്റെ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോള് അപ്പുറത്തെ സൈഡ് വരെ തുളച്ചു പോകുന്നതാണ്. അപ്പം ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് അപ്പുറത്തെ സൈഡിൽ എന്താ നടക്കുന്നത് എന്നും കൂടി കാണാൻ പറ്റും. അങ്ങനെ കാണാനായിട്ട് ഈ കുട്ടികൾ ശ്രമിക്കും എന്നാണ് കവി പറയുന്നത്. വോ സെഹസ ചീക്കേങ്കെ, എന്നിട്ട് അവരെന്താ ചെയ്യുക? സെഹസ, പെട്ടെന്ന്, ചീക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അലറുക. അപ്പൊ അവര് പെട്ടെന്ന് അലറിയിട്ട് ഇങ്ങനെ പറയും, ഓർ കഹേങ്കെ ദേഖോ ഉസ് പാർ ബി മൗസം തോ ഹമാരെ യഹാ ജൈസാ ഹി ഹെ. എന്നിട്ട് കുട്ടികൾ എന്താ പറയാ? നോക്കൂ, ഉസ് പാർ ബി, ആ വശത്തും ആ സൈഡിലും മൗസം, സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ്, നമ്മുടെ ഇവിടുത്തെ പോലത്തെ കണ്ടീഷൻസ് തന്നെയാണ് അപ്പുറത്തുള്ളത് എന്നാണ് കുട്ടികള് പറയുക. ഇങ്ങനെ വോളില് ഹോൾസ് ഉണ്ടാക്കിയിട്ട്. वो हवा और धूप को अपने गालों के गिर्द महसूस करना चाहेंगे. കുട്ടികൾ പിന്നീട് എന്താണ് ആഗ്രഹിക്കുക? ഹവ ഓർ ധൂപ്പ്, കാറ്റും അതുപോലെ തന്നെ വെയിലും, കാറ്റിനെയും വെയിലിനെയും അപ്നെ ഗാലോं के गिर्द എന്ന് വെച്ചാൽ തങ്ങളുടെ കവിളിന്റെ ചുറ്റുഭാഗത്തായിട്ട്, ഗിർദ് എന്ന് വെച്ചാൽ ചുറ്റുഭാഗത്ത്, നാല് വശത്തും, മെഹസൂസ് കർണ ചാഹേങ്കെ, അത് ഫീൽ ചെയ്യാനായിട്ട്, മെഹസൂസ് കർണ എന്ന് വെച്ചാൽ ഫീൽ ചെയ്യുക, അനുഭവിക്കുക, അതിനു വേണ്ടിയിട്ട് ചാഹേങ്കെ ആഗ്രഹിക്കും. ഓർ തും ഉസ് ദിൻ ഉൻഹെ നഹി റോക്ക് പാവുകെ, എന്നിട്ട് ആ ഒരു ദിവസം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ നിർത്താനായിട്ട് പറ്റില്ല. നഹി റോക്ക് പാവുകെ എന്ന് വെച്ചാൽ അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഏക് ദിൻ തുമ്ഹാരെ മെഹഫൂസ് ഗറോं से बच्चे बाहर निकल आएंगे, ഒരു ദിവസം നിങ്ങളുടെ മെഹഫൂസ് എന്ന് വെച്ചാൽ സേഫ് ആയിട്ടുള്ള ഘറോസെ, വീടുകളിൽ നിന്ന്, ബച്ചെ ബാഹർ നിക്കൽ ആയെങ്കിൽ, കുട്ടികൾ പുറത്തു വരും. और पेड़ों पे घोंसले बनाएंगे उन्हें गिलहरियां काफी पसंद है, എന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? പേടോ പേ, മരങ്ങളില്, ഘോസ്ലെ ബനായെങ്കിൽ, കൂടുകൾ ഉണ്ടാക്കും. ഘോസ്ലെ എന്ന് വെച്ചാൽ എന്താ? കൂടുകൾ. ഉൻഹെ ഗിൽഹരിയ കാഫി പസന്ത് ഹെ, ഗിൽഹരി എന്ന് വെച്ചാൽ അണ്ണാൻ. അപ്പൊ കുട്ടികൾക്ക് അണ്ണാന്മാരെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും? അവരുടെ സേഫ് ആയിട്ടുള്ള വീടുകളിൽ നിന്നും പുറത്തു വന്നിട്ട് മരങ്ങളില് കൂട് കെട്ടും. വോ ഉൻകെ സാത്ത് ഹി ബഡാ ഹോന ചാഹേങ്കെ, എന്നിട്ട് ഈ അണ്ണാന്മാരെ ഇഷ്ടമായതുകൊണ്ട് ഈ അണ്ണാന്മാരോടൊപ്പം തന്നെ വലുതാവണം എന്നാണ് അവർ ആഗ്രഹിക്കുക. തും ദേഖോगे, നിങ്ങൾ കാണും, ജബ് വോ ഹർ ചീസ് ഉലട്ട് പുലട്ട് ദേങ്കെ. ഉലട്ട് പുലട്ട് ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാറ്റിമറിക്കുക, കുട്ടികളെല്ലാം മാറ്റിമറിക്കുന്നത് നിങ്ങൾ കാണും. ഉസെ ഓർ സുന്ദർ ബനാനെ കെ ലിയെ, എന്തിനു വേണ്ടിയാണ് കുട്ടികളെല്ലാം മാറ്റിമറിക്കുന്നത്? അതിനെ ഒന്നുകൂടെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് അദ്ദേഹം എന്താണ് പറയുന്നത്? ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബച്ചെ, ഒരു ദിവസം എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും, ചീട്ടിയോ കീട്ടോ എന്ന് വെച്ചാൽ ഉറുമ്പുകളും കീടങ്ങളും, നദിയോ പഹാഡോ സമുദ്രോ, നദികളും, പഹാഡ് എന്ന് വെച്ചാൽ മൗണ്ടെയിൻസ്, മലനിരകള് അല്ലെങ്കിൽ പർവ്വതങ്ങള്, അതുപോലെ തന്നെ സമുദ്രങ്ങള്, ഓർ തമാം വനസ്പതിയോ കെ സാത്ത്, അതുപോലെ തന്നെ എല്ലാ വനസ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളും ചെടികളും. അപ്പോ എന്റെ ലോകത്തിലെ എല്ലാ കുട്ടികളും, പിന്നെ എല്ലാ ഉറുമ്പുകളും കീടങ്ങളും നദികളും പർവ്വതങ്ങളും സമുദ്രങ്ങളും എല്ലാ ചെടികളും മരങ്ങളും തൈകളും എല്ലാരും സാത്ത് മിൽക്കർ ഒന്നിച്ചു കൂടിയിട്ട് ധാവ ബോലെങ്കെ, ധാവ ബോലാന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റാക്ക് ചെയ്യും. ഓർ തുമ്ഹാരി ബനായി ഹർ ചീസ് കോ ഖിലോന ബനാ ദേങ്കെ, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ സാധനങ്ങളെയും അവര് എന്താക്കി മാറ്റും? അവരുടെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഇപ്പോ ദേഷ്യവും വെറുപ്പൊക്കെ നിലനിൽക്കുന്ന ആ ലോകത്തിലുള്ള കുട്ടികള്, ഇപ്പോ വലിയവരാണ് ഈ ദേഷ്യവും വിദ്വേഷവും വെറുപ്പും അതുപോലെ തന്നെ ശത്രുതയൊക്കെ വെച്ച് പുലർത്തുന്നത്. പക്ഷെ
ഈ ലോകത്തിലെ തന്നെ കുട്ടികൾ വളരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാ കാര്യത്തെയും മാറ്റിമറിക്കാൻ പ്രാപ്തരാണ് കുട്ടികൾ. അങ്ങനെ അവർ എല്ലാത്തിനെയും മാറ്റിമറിച്ച് ഈ ശത്രുതയൊക്കെ എടുത്തു മാറ്റി പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളോടും ഒത്ത്, അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ വ്യക്തികളോടും ഒപ്പം ശത്രുതയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് ഒരു ദിവസം വരും എന്നാണ് ഈ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കവിയുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. കവിയുടെ പേരെന്താണ്? അദ്നാൻ കഫീൽ ദർവേഷ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 30 ജൂലൈ 1994 അദ്നാൻ കഫീൽ ദർവേഷ് കാ ജന്മ ഉത്തർപ്രദേശ് में हुआ. അദ്ദേഹം ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. ഹിന്ദി की लगभग सभी प्रमुख पत्र पत्रिकाओं तथा वेब ब्लॉग्स पर उनकी कविताएं प्रमुखता से प्रकाशित एवं പ്രശംസിത് ഹെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്നാൻ കഫീൽ ദർവേഷ് എന്ന ഈ ഒരു പോയറ്റ് കമ്പാരിറ്റീവ്ലി യങ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. ഇപ്പം നിങ്ങൾ കുറേ കഥകളും കവിതകളും ഒരുപാട് കൃതികൾ പഠിക്കുന്നുണ്ട്. അവരൊക്കെ അതിൻ്റെയൊക്കെ ഓഥേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഏജ്ഡ് ആയവരാണ്. പക്ഷെ ഇദ്ദേഹം യങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഹിന്ദി കി ലഗ്ഭഗ് സബി പ്രമുഖ് പത്ര പത്രികാओं തഥാ വെബ് ബ്ലോഗ്സ് पर, അതായത് ഹിന്ദിയിലെ ലഗ്ഭഗ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രമുഖ് പത്രപത്രികാവും, അതായത് മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ വെബ് ബ്ലോഗ്സ്, ഇതിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ എന്താണ് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏവം പ്രശംസിത് ഹെ, അങ്ങനെ അത് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ടിറ്റുർത്തെ ലാംപ് പോസ്റ്റ്, നീലി ബയാസ് ആദി ഉൻകെ പ്രമുഖ് കവിതാ സംഗ്രഹ. അപ്പൊ ടിറ്റുർത്തെ ലാംപ് പോസ്റ്റ്, നീലി ബയാസ് എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കവിതാ സംഗ്രഹങ്ങൾ. വേ ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, രവിശങ്കർ ഉപാധ്യായ് സ്മൃതി കവിതാ പുരസ്കാർ, വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാർ ആദി സെ സമ്മാനിത് ഹെ. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ലാസ്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, രവിശങ്കർ ഉപാധ്യായ് സ്മൃതി കവിതാ പുരസ്കാറുണ്ട്, അതുപോലെ തന്നെ വേണുഗോപാൽ സ്മൃതി കവിതാ പുരസ്കാർ, ഇവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു കവിതയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.